കുറ്റവാളികൾ എത്ര ഉന്നതരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് LDF സർക്കാരിന്റെ നയമെന്ന് ദിലീപിന്റെ അറസ്റ്റോടെ വ്യക്തമാകുന്നു. ഇക്കാര്യത്തിൽ UDF സർക്കാർ സ്വീകരിച്ച സമീപനമല്ല ഈ സർക്കാരിന്റേതെന്നും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. കുറ്റവാളികളോടുള്ള സർക്കാർ സമീപനം വ്യക്തമാക്കുന്നതാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ്. കുറ്റം ചെയ്താൽ ഏതു വമ്പൻ സ്രാവും വലയിൽ വീഴുമെന്ന സർക്കാർ നിലപാട് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് പോലീസിന്റെ നടപടി. ഇക്കാര്യത്തിൽ UDF സർക്കാർ സ്വീകരിച്ച സമീപനമല്ല ഈ സർക്കാരിനുള്ളതെന്നും ഇതോടെ വ്യക്തമാകുന്നു. കഴിഞ്ഞ UDF സർക്കാർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെയും പീഡനക്കേസുകളെയും സമീപിച്ചത് തീർത്തും ലാഘവത്തോടെയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുകയും രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റേത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമ കേസുകളിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പെരുമ്പാവൂരിലെ ജിഷ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. ജിഷയുടെ കുടുംബത്തിന് സഹായം നൽകുകയും ചെയ്തു. എന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ജിഷയ്ക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു. കൊല്ലത്ത് വനിതാ ചലച്ചിത്ര താരത്തെ വേദിയിൽ അപമാനിച്ചത് കോൺഗ്രസ് MP പീതാംബരക്കുറുപ്പായിരുന്നു. നടി പരാതി നൽകിയിട്ടും കേസിൽ ഒരു നടപടിയും ഉണ്ടായില്ല. കോൺഗ്രസ് MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ സോളാർ കേസിൽ ഉൾപ്പെട്ട സരിതാ നായർ ബലാത്സംഗത്തിനുൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരന്വേഷണവും ഉണ്ടായില്ല. സൂര്യനെല്ലി അടക്കമുള്ള ഒട്ടനവധി സ്ത്രീപീഡന പെൺവാണിഭ കേസുകളിലും മാറി മാറി വന്ന UDF സർക്കാർ നിലപാടുകൾ സമാനമായിരുന്നു. ജിഷയുടെ ഘാതകനെ കണ്ടെത്താനായതും ദിലീപ് അറസ്റ്റിലായതും പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന സർക്കാർ നിലപാടിന്റെ തെളിവായാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്.